സ്വാതി, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെതിരെ വിവാദ പരാമർശം നടത്തിയ BJP MP നിഷികാന്ത് ദുബൈക്കെതിരെ പ്രതിഷേധം ശക്തമായിരിക്കുകയാണ്. വിവരങ്ങൾ എപ്രകാരം? സുപ്രീം കോടതിക്കെതിരെ കടുത്ത വിമർശനമാണ്, രൂക്ഷമായ വിമർശനമാണ് BJP MP നിഷികാന്ത് ദുബൈയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. സുപ്രീം കോടതി നിയമങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ പാർലമെന്റ് പൂട്ടിയിടുന്നതാണ് നല്ലതെന്ന് അദ്ദേഹത്തിന്റെ വിമർശനത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ചീഫ് ജസ്റ്റിസ് ആണ് ഈ രാജ്യത്തെ ആഭ്യന്തര കലഹങ്ങൾക്കൊക്കെ കാരണം എന്നുള്ളതും വലിയ രൂക്ഷ പരാമർശമാണ് നടത്തിയിട്ടുള്ളത്. എക്സ്പോർട്ടിലൂടെ ആയിരുന്നു ദുബൈയുടെ സുപ്രീം കോടതി വിമർശനമെങ്കിലും പിന്നീട് ANS നൽകിയിട്ടുള്ള അഭിമുഖത്തിലും രൂക്ഷമായി സുപ്രീം കോടതി അദ്ദേഹം വിമർശിക്കുന്നുണ്ട്. സുപ്രീം കോടതി പരിധികൾ ലംഘിക്കുകയാണെന്ന് ദുബൈ ANS നൽകിയ അഭിമുഖത്തിൽ പറയുന്നു. അതോടൊപ്പം ആർട്ടിക്കിൾ 368 പ്രകാരം പാർലമെന്റിന് നിയമങ്ങൾ ഉണ്ടാക്കാനുള്ള അവകാശമുണ്ട്. ഈ നിയമങ്ങൾ വ്യാഖ്യാനിക്കുകയാണ് കോടതി ചെയ്യുന്നത്. എന്നാൽ കോടതി പ്രസിഡന്റിനും ഗവർണർക്കും നിയമങ്ങൾ ഉണ്ടാക്കുന്നത് സംബന്ധിച്ച നിർദ്ദേശം നൽകുകയാണെന്നും രാമക്ഷേത്രം, കൃഷ്ണ ജന്മഭൂമി, അതോടൊപ്പം ഗാൻവാബി എന്നിവ നിങ്ങളുടെ മുന്നിലെത്തുമ്പോൾ രേഖകൾ ആവശ്യപ്പെടും. എന്നാൽ മുഗളന്മാർ നിർമ്മിച്ച പള്ളികളുടെ കാര്യം വരുമ്പോൾ ഒരു രേഖകളും ആവശ്യപ്പെടില്ലെന്നും അദ്ദേഹം സുപ്രീം കോടതിയെ രൂക്ഷമായി വിമർശിച്ചിട്ടുണ്ട്. വലിയ തരത്തിലുള്ള ചീഫ് ജസ്റ്റിസിനെ അടക്കം പരിഹസിക്കുന്ന തരത്തിലേക്കാണ് ദുബൈയുടെ പരാമർശം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ചൂണ്ടിക്കാണിക്കേണ്ടത്. ഈ വിഷയത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ ഒന്നാകെ രംഗത്ത് വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഇന്നും ഈ നിഷികാന്ത് ദുബൈയുടെ സുപ്രീം കോടതിക്കും ചീഫ് ജസ്റ്റിസിനുമെതിരായിട്ടുള്ള ഈ പരാമർശത്തെ എതിർത്തുകൊണ്ടാണ് എന്നാൽ BJPയുടെ ദേശീയ പ്രസിഡന്റ് JP നദ്ദയടക്കം രംഗത്ത് വന്നിട്ടുള്ളത്. വ്യക്തിപരമായ അഭിപ്രായമാണ് അദ്ദേഹം നടത്തിയെന്നും BJP ഇതിനെ അനുകൂലിക്കുകയോ പ്രതികൂലിക്കുകയോ ചെയ്യില്ലെന്നും അത്തരത്തിലൊരു പ്രതികരണമാണ് BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദയുടെ ഭാഗത്തു നിന്ന് വരുന്നത്. അതായത് ഈ വിഷയത്തിൽ ഒഴിഞ്ഞു മാറുന്ന ഒരു സമീപനത്തിലേക്ക് BJP പോകുമ്പോൾ കടുത്ത പ്രതിഷേധങ്ങൾ ആം ആദ്മി പാർട്ടി ഉൾപ്പെടെയുള്ള പാർട്ടികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. കോൺഗ്രസും രൂക്ഷമായി വിമർശിച്ചിട്ടുണ്ട്. ഈ സ്വമേധയായി ഈ വിഷയത്തിൽ കേസ് എടുക്കണം എന്നുള്ള കാര്യമാണ് പറയുന്നത്. ഈ ആഭ്യന്തര കലാപത്തിൽ ചീഫ് ജസ്റ്റിസിനെ അടക്കം രൂക്ഷമായി പരാമർശിച്ചു പോകുന്നത് ശരിയല്ല എന്നുള്ള കാര്യമാണ് നിരവധി പ്രതിപക്ഷ പാർട്ടികളടക്കം ചൂണ്ടിക്കാണിക്കുന്നത്. നേരത്തെ ഈ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ ഈ സുപ്രീം കോടതിക്കെതിരെ വിമർശനം നടത്തിക്കൊണ്ട് രംഗത്ത് വന്നിരുന്നു. അതടക്കം വലിയ വിവാദമായ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് BJP MPയുടെ ഇത്തരത്തിലുള്ള ഒരു പരാമർശം. ഇതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം തന്നെയാണ് പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്തുനിന്നും പ്രതികരണങ്ങളായി വരുന്നത്.